നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ക്വസ്റ്റ്യനാണ് പ്രിപ്പയർ ഇമെയിൽ എന്നുള്ളത്. ഒരു ഇമെയിൽ തയ്യാറാക്കാൻ വേണ്ടി ഒട്ടുമിക്ക +2 ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇമെയിൽ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കോമൺ എക്സ്പ്രഷൻസ്, ഇമെയിലിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കോമൺ എക്സ്പ്രഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോമൺ ഫ്രെയിം ഉണ്ട്. ആ കോമൺ എക്സ്പ്രഷൻസും അതുപോലെ കോമൺ ഫ്രെയിമും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഇമെയിൽ എന്ന ക്വസ്റ്റ്യനെ വളരെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ വരച്ചെഴുതി പോരുന്നതിന് പകരമായിട്ട് നമ്മളിവിടെ ഈ കോമൺ ഫ്രെയിം കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ ഇമെയിൽ എന്ന് പറയുന്ന ചോദ്യത്തിന് വരുന്ന അല്ലെങ്കിൽ തരുന്ന മാർക്കിൻ്റെ പകുതിയിലധികം മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നേടാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇമെയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കോമൺ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇമെയിലിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? കോമൺ എക്സ്പ്രഷൻസ്. ഹോപ്പ് യു ആർ ഫൈൻ, ഹോപ്പ് യു ആർ ഫൈൻ, അതാണ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു, അതായത് നമ്മൾ ഫ്രണ്ടിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മദറിനാണെങ്കിലും അല്ലെങ്കിൽ ഒഫീഷ്യലി അല്ലെങ്കിൽ പേഴ്സണലി നമ്മൾ ഒരു ഇമെയിൽ അയക്കുമ്പോൾ അതിൽ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോപ്പ് യു ആർ ഫൈൻ എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു എക്സ്പ്രഷനാണ് ഐ സെൻഡ് ദിസ് ഇമെയിൽ വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്, ഐ സെൻഡ് ദിസ് ഇമെയിൽ വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. ദെൻ മറ്റൊന്ന് ഐ സെൻഡ് ദിസ് ഇമെയിൽ ഓർ ടു ഷെയർ മൈ എക്സ്പീരിയൻസ്, ഐ സെൻഡ് ദിസ് ഇമെയിൽ എന്നിട്ടൊരു സ്ലാഷ് കൊടുത്താൽ ഓറാണ് ടു ഷെയർ മൈ എക്സ്പീരിയൻസ്. ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു ഇൻവൈറ്റ് യു ടു അവർ സ്കൂൾ, ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു ഇൻവൈറ്റ് യു ടു അവർ സ്കൂൾ. ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു അപ്രിഷിയേറ്റ് യു, ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു അപ്രിഷിയേറ്റ് യു. ഐ ആം വെരി ഹാപ്പി, ഐ ആം വെരി ഹാപ്പി. അല്ലെങ്കിൽ ഐ ആം സാഡ്, ഐ ആം സാഡ്. അതും അല്ലെങ്കിൽ ഐ ആം വെരി ഷോക്ക്ഡ്, ഐ ആം വെരി ഷോക്ക്ഡ്. അടുത്തത് ഇറ്റ് ഈസ് അവർ ഗ്രേറ്റ് പ്ലഷർ, ഇറ്റ്സ് അവർ ഗ്രേറ്റ് പ്ലഷർ. അടുത്തത് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ, ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ. മറ്റൊന്ന് പ്ലീസ് കീപ്പ് ഇൻ ടച്ച്, പ്ലീസ് കീപ്പ് ഇൻ ടച്ച്. മറ്റൊന്ന് ബെസ്റ്റ് റിഗാർഡ്സ്, ബെസ്റ്റ് റിഗാർഡ്സ്. മറ്റൊന്ന് ഹാവ് എ വണ്ടർഫുൾ ഡേ, ഹാവ് എ വണ്ടർഫുൾ ഡേ. ഓക്കെ, അപ്പോൾ ഇത്രയും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്. ഒരു ഇമെയിലിൽ നമ്മൾ ഇമെയിൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു മാറ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ എക്സ്പ്രഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായും നമ്മൾ ഈ ഒരു ഇമെയിൽ അയക്കുന്നതിൽ ഉൾക്കൊള്ളിക്കേണ്ട വാക്കുകൾ. ഇനി നമ്മളതിൻ്റെ കോമൺ ഫ്രെയിം ഒന്ന് നോക്കാം. കോമൺ ഫ്രെയിമിൽ നമ്മൾ ആദ്യം ഒരു 4 ചെറിയ കോളമായിട്ട് എഴുതി വെക്കേണ്ടത് ടു, ആർക്കാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത് എന്നുള്ളത് ടു. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ഇമാജിൻ ഇമെയിൽ ID ഓർ ജിമെയിൽ ID നമ്മളവിടെ എഴുതുക. ഇവിടെ abc@gmail.com എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തും ആവാം, നിങ്ങളുടെ പേരൊഴിച്ച് മറ്റെന്തും നമുക്കിവിടെ മെയിൽ ID ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ടു എന്ന് എഴുതിയിട്ട് ഇതുപോലെ ഈ ഒരു ബോക്സ് പോലെ തന്നെ നിങ്ങൾ വരച്ചിട്ട് അവിടെ abc@gmail.com എന്ന് കൊടുക്കുക. ഓക്കെ, ABC തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എന്തും കൊടുക്കാം. ദെൻ അതിന് താഴെ CC എന്ന് എഴുതിയിട്ടുണ്ട്, അതിന് താഴെ BCC എന്ന് എഴുതിയിട്ടുണ്ട്, അതിന് താഴെ സബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല, വേറൊന്നും എഴുതേണ്ടതില്ല. ഈ പറഞ്ഞ രൂപത്തിൽ മാത്രം നിങ്ങളത് എഴുതി വെക്കുക. അതാണ് കോമൺ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ ഒരു ഇമെയിലിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രെയിം, ഒരു ചട്ടക്കൂടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ അതിൻ്റെ ഒരു മാറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിനാണെങ്കിൽ ഡിയർ ഫ്രണ്ട്, മദറിനാണെങ്കിൽ ഡിയർ മദർ, ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ ഡിയർ ഗ്രാൻഡ്മ. ഓക്കെ, ഒഫീഷ്യലി ആണെങ്കിൽ നമ്മളവിടെ ഡിയർ മാറ്റിയിട്ട് സർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഹോപ്പ് യു ആർ ഫൈൻ, ഫ്രണ്ടിന് അത് പേഴ്സണൽ ലെറ്റർ എഴുതുമ്പോൾ മാത്രമാണ്, പേഴ്സണൽ ഇമെയിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഹോപ്പ് യു ആർ ഫൈൻ എന്നൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ അതല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് കൊടുക്കും? ഐ സെൻഡ് ദിസ് ഇമെയിൽ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഐ ഷെയർ മൈ എക്സ്പീരിയൻസ് എന്ന് കൊടുക്കാം. മനസ്സിലാവുണ്ടോ? ഒഫീഷ്യലി ആണെങ്കിൽ ഓക്കെ, ഐ സെൻഡ് ദിസ് ഇമെയിൽ വിത്ത് എ സ്പെഷ്യൽ പർപ്പസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഹോപ്പ് യു ആർ ഫൈൻ, ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഐ സെൻഡ് ദിസ് ഇമെയിൽ വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. ഇത് തന്നെ നമ്മൾ അവിടെ കൊടുത്ത ആ ഒരു എക്സ്പ്രഷൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഐ ആം വെരി ഹാപ്പി, ഐ അപ്രീഷിയേറ്റ് യു എഫേർട്ട്, ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്, ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്, കീപ്പ് ഇറ്റ് അപ്പ്, കീപ്പ് ഇറ്റ് അപ്പ്. ദെൻ
ചോദ്യത്തിൽ നമ്മൾ ഇമെയിലിൽ ചോദ്യത്തിൽ കൃത്യമായിട്ട് എന്തിനെ സംബന്ധിച്ചാണ് രേഖപ്പെടുത്തേണ്ടത്, എന്തിനെ സംബന്ധിച്ചാണ് നമ്മൾ മെയിൽ ചെയ്യേണ്ടത് എന്നത് ചോദ്യത്തിൽ ഉണ്ടാകും. കൃത്യമായിട്ട് അതിൻ്റെ ഒരു ചോദ്യം ഉണ്ടാകും. ഓക്കെ, ആ ഒരു ഭാഗം നമ്മളിവിടെ ഈ ഡാഷ് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഉൾക്കൊള്ളിക്കുക. ഓക്കെ, ദെൻ പ്ലീസ് കീപ്പ് ഇൻ ടച്ച്. അപ്പോൾ അത് ഉൾക്കൊള്ളിച്ചതിന് ശേഷം ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആ ഭാഗത്തെ ഇവിടെ നമ്മൾ ഈ ഒരു ഡാഷ് ഇട്ട ഭാഗത്തിലേക്ക് ഉൾക്കൊള്ളിച്ചതിന് ശേഷം നമ്മൾ എഴുതുക പ്ലീസ് കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, കൺവേ മൈ ലവിങ് റിഗാർഡ്സ് ടു യുവർ മദർ. Convey my loving regards to a mother. Then looking forward to hear from you. Looking forward to hear from you. Best regards. Okay, best regards. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കോമൺ എക്സ്പ്രഷൻസിൽ ഉള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്കൊരു ഇമെയിൽ ആകും. ഇത് ഈ ചോദ്യത്തിൻ്റെ ഭാഗം നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും ഇമെയിലിൽ നിന്ന് അടിച്ചെടുക്കാൻ സാധിക്കും. ഷുവറാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ട ഏത് ഭാഗം മാത്രമാണ്? ഈ കോമൺ ഫ്രെയിം എന്ന് പറയുന്ന ഭാഗം മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടതുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഭാഗം എന്താണെന്ന് പോലൊരു പിടിയില്ല എന്നുണ്ടെങ്കിൽ ഇമെയിൽ എന്നുള്ളൊരു ചോദ്യത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രെയിമെങ്കിലും നിങ്ങൾ അവിടേക്ക് പകർത്തി വെക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമെയിലിന് തന്നിരിക്കുന്ന മുഴുവൻ മാർക്കിൻ്റെ പകുതി ഇതിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. തീർച്ചയായും മക്കളെ ഇത് വരച്ച് എഴുതി പഠിക്കുക, ഇതുപോലെ തന്നെ എഴുതി പഠിക്കുക. നിർബന്ധമായിട്ട് ഈ ചോദ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിക്കുക. മാക്സിമം നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് ബ്ലർബിനെ കുറിച്ചാണ്. ബ്ലർബ് അത് നമുക്ക് പരീക്ഷയ്ക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ചോദ്യവുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.